അയ്യപ്പ സംഗമത്തിലൂടെ സർക്കാർ ലക്ഷ്യമിടുന്നത് കോടികൾ. ശബരിമല സന്നിധാനത്തെ സുഖവാസ കേന്ദ്രമാക്കി മാറ്റാനാണ് സർക്കാർ നീക്കമെന്ന് വ്യക്തമാക്കുന്ന കൂടുതൽ തെളിവുകൾ പുറത്ത് വരുന്നു. കോടികൾ സംഭാവന നൽകുന്നവർക്ക് ശബരിമലയിൽ സുഖതാമസമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. ലോക കേരള സഭയിൽ പങ്കെടുത്ത പ്രവാസി വ്യവസായികളെ ഇതിനായി അയ്യപ്പ സംഗമത്തിലേക്ക് ക്ഷണിച്ചു. സംഭാവനയ്ക്കനുസരിച്ച് ഇനം തിരിച്ച് പ്രിവിലേജ് കാർഡ് നൽകും. 3 കോടിക്ക് മുകളിൽ നൽകുന്നവർ ഡയമണ്ട് കാറ്റഗറിയിലാണ്. ഇവർക്ക് വർഷത്തിൽ 5 ദിവസം സൗജന്യ താമസവും അനുബന്ധ സൗകര്യങ്ങളും നൽകും. പ്രസാദ കിറ്റും പമ്പയിൽ കാർ പാർക്കിങ്ങിന് മുൻഗണനയും ലഭിക്കും. 1 കോടിക്കും 3 കോടിക്കുമിടയിൽ നൽകിയാൽ പ്ലാറ്റിനം കാറ്റഗറിയാണ്. മണ്ഡല പൂജ കാലയളവിൽ ഇവർക്ക് 5 ദിവസം സൗജന്യ താമസവും നൽകും. വിവരങ്ങളുമായി പ്രജിത്ത് മോഹനനാണ് ചേരുന്നത്. പ്രജിത്ത്, ഈ അയ്യപ്പ ഭക്ത സംഗമത്തിന് പിന്നിൽ എന്തൊക്കെയോ ഗൂഢലക്ഷ്യങ്ങളുണ്ട്, പണം തട്ടിപ്പാണ് ലക്ഷ്യം എന്നൊക്കെ തരത്തിലുള്ള വാദങ്ങളും പല രീതിയിലുള്ള വിവരങ്ങളും ഒക്കെ പുറത്തു വന്നിരുന്നു. പക്ഷേ ഇത് ഒരു വല്ലാത്ത തട്ടിപ്പിന്റെ വിവരങ്ങളാണല്ലോ പ്രജിത്ത്. ശബരിമലയെ ഏതാണ്ട് ഒരു വിൽപ്പനച്ചരക്കാക്കി മാറ്റുകയാണ് സംസ്ഥാന സർക്കാർ എന്നത് തർക്കമില്ല. അതിനുള്ള ശ്രമമാണ് സംസ്ഥാന സർക്കാരും ദേവസ്വം ബോർഡും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നതിലും എന്നുള്ളതിന് തെളിവുകൾ തന്നെയാണ് ഇപ്പോൾ ജനം ടി വി പുറത്തുവിട്ടിരിക്കുന്നത്. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ലോക കേരള സഭയിൽ പങ്കെടുക്കുന്ന വ്യവസായികളെ സർക്കാർ പങ്കെടുത്തിരുന്ന വ്യവസായികളെ, അന്നത്തെ പ്രവാസി വ്യവസായികളെ ഈ പറയുന്ന അയ്യപ്പ സംഗമത്തിലേക്ക് ഇപ്പോൾ ക്ഷണിച്ചിട്ടുണ്ട്. അതിന് പിന്നിലുള്ള ചേതോവികാരം എന്ന് പറയുന്നത് ഈ വ്യവസായികളുടെ ഇന്ന് വലിയ രീതിയിലുള്ള സംഭാവനകൾ, നിക്ഷേപങ്ങളൊക്കെ സ്വരൂപിക്കാം എന്നുള്ള ഒരു ശ്രമം കൂടിയാണ് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ്. ഇവർക്ക് മുന്നിലേക്ക് സർക്കാർ വെക്കുന്ന പ്രധാനപ്പെട്ട ഓഫറുകൾ എന്ന് പറയുന്നത് ശബരിമലയുമായി ബന്ധപ്പെട്ടുള്ള നിക്ഷേപങ്ങൾ നടത്തുന്നതനുസരിച്ച്, അല്ലെങ്കിൽ സർക്കാരിന് ഈ പറയുന്ന രീതിയിൽ ദേവസ്വം ബോർഡിനുമൊക്കെ കോടികൾ സംഭാവന നൽകുന്നതനുസരിച്ച് ശബരിമലയിൽ പ്രത്യേക പ്രിവിലേജുകൾ അനുവദിക്കും. പ്രിവിലേജുകൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ നൽകുന്ന പണത്തിനനുസരിച്ച് നിങ്ങൾക്ക് ശബരിമലയിൽ പ്രത്യേക അധികാരങ്ങൾ, അവിടുത്തെ പ്രത്യേക അനുഭവങ്ങളൊക്കെ ലഭ്യമാക്കുന്ന രീതിയിൽ ഏതാണ്ടൊരു സുഖവാസത്തിന് റിസോർട്ടിലൊക്കെ സുഖവാസം ഒരുക്കുന്നത് പോലെ കാര്യങ്ങൾ സജ്ജമാക്കി തരാം എന്നുള്ളതാണ് ഇപ്പോൾ ദേവസ്വം ബോർഡ് മുന്നോട്ട് വയ്ക്കുന്നതെന്ന് പറയേണ്ടിയിരിക്കുന്നു. വളരെ പരിതാപകരമായിട്ടുള്ളൊരു നിലപാടാണ് ദേവസ്വം ബോർഡ് ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നത്. കാരണം പണം നൽകുന്ന കോടീശ്വരന്മാരെ ഈ പറയുന്ന രീതിയിൽ പ്രത്യേക സൗകര്യങ്ങളും പ്രത്യേക താമസവും ഒക്കെ ഒരുക്കി അവരെ ആകർഷിക്കുന്നു എന്ന രീതിയിലേക്ക് പോകുമ്പോൾ സാധാരണക്കാരായ അയ്യപ്പ ഭക്തർക്ക് ലഭിക്കാത്ത ഒട്ടനവധി പ്രിവിലേജുകൾ ഇത്തരം ആൾക്കാർക്ക് നൽകുന്നു എന്നുള്ളതാണ്. ഇനി ഇവരുടെ ഈ വേർതിരിവ് നമുക്കൊന്ന് കൃത്യമായി എന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം 3 കോടിക്ക് മുകളിൽ നൽകുന്ന ആളുകളെ ഡയമണ്ട് കാറ്റഗറിയിലാണ് ദേവസ്വം ബോർഡ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അവർക്ക് വർഷത്തിൽ 5 ദിവസം ശബരിമലയിൽ സൗജന്യ താമസമുണ്ട്. അത് ഓരോ പ്രധാനപ്പെട്ട സമയത്തുമാണ് ഇത്തരത്തിൽ ഇവർക്ക് ഈ താമസം സൗകര്യപ്പെടുത്തിയിരിക്കുന്നത്. മണ്ഡലപൂജ കാലയളവിൽ 1 ദിവസം, മകരവിളക്ക് കാലയളവിൽ 1 ദിവസം, വിഷുപൂജ കാലയളവിൽ 1 ദിവസം, അതുപോലെ തന്നെ ഉത്സവ സമയത്ത് 1 ദിവസം, മാസപൂജയ്ക്ക് 1 ദിവസം. അതോടൊപ്പം തന്നെ ഇവർക്ക് പ്രസാദ കിറ്റ്, അപ്പം, അരവണയൊക്കെ ഇങ്ങനെ സൗജന്യമായി കൃത്യമായി ലഭ്യമാക്കും. അതോടൊപ്പം ശബരി പീഠത്തിലും പമ്പയിലുമൊക്കെ ഒരു കാർ പാർക്കിംഗ് മുൻഗണനയൊക്കെ ഉണ്ട്. പമ്പയിൽ ഒരു കാർ പാർക്കിങ്ങിന് മുൻഗണനയുണ്ട് എന്നുള്ളതാണ് 3 കോടിക്ക് മുകളിൽ ഇത്തരത്തിൽ പണം നൽകുന്നവർക്കുള്ള, ഡയമണ്ട് കാറ്റഗറിയിലുള്ളവർക്കുള്ള പ്രത്യേക പ്രിവിലേജുകൾ, അവകാശങ്ങൾ. അതുപോലെ 1 കോടിക്കും 3 കോടിക്കും ഇടയിൽ സംഭാവന നൽകുന്നവരെ പ്ലാറ്റിനം കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. അവർക്ക് വർഷത്തിൽ 5 ദിവസം ശബരിമലയിൽ സൗജന്യമായി താമസിക്കുന്നതിനാണ് അനുവാദം. പക്ഷേ അത് മണ്ഡലപൂജ കാലയളവിൽ മാത്രമാണ്. അവർക്ക് നേരത്തെ പറഞ്ഞ രീതിയിലുള്ള പ്രത്യേക പ്രസാദ കിറ്റുകളൊന്നും നൽകില്ല. പക്ഷേ ശബരിമലയിൽ പൂർണ്ണമായും 5 ദിവസം താമസിക്കാം. അത് അവരുടെ ഒരു അവകാശമായി മാറുന്നു എന്നുള്ളതാണ്. അങ്ങനെ എല്ലാ വർഷവും ശബരിമലയിൽ ഏതാണ്ട് ഒരു പ്രത്യേക സംവിധാനം ഇത്തരത്തിൽ കോടികൾ നൽകുന്നവർക്ക് ലഭ്യമാകുന്നു എന്ന് പറയുമ്പോൾ പണക്കാർക്ക് വേണ്ടി കുറച്ച് സുഖവാസ സൗകര്യങ്ങൾ ഒരുക്കി നൽകാൻ ശബരിമലയെ സർക്കാർ ലക്ഷ്യമാക്കുന്നു, അല്ലെങ്കിൽ ശബരിമലയെ സർക്കാർ ഉപയോഗപ്പെടുത്തുന്നു. അവരിൽ നിന്ന് അതിനുവേണ്ട പേരിൽ കോടികൾ സംഭാവനയായി സ്വീകരിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഈ പുതിയ നയസമീപനം. ഇപ്പോൾ ലോക കേരള സഭയുമായി ബന്ധപ്പെട്ട് നേരത്തെ ലോക കേരള സഭയിലൊക്കെ പങ്കെടുത്തിരുന്ന അംഗങ്ങളെ ഈ പറയുന്ന രീതിയിൽ ഈ അയ്യപ്പ സംഗമത്തിൻ്റെ ഭാഗമാകാൻ ക്ഷണിച്ചിട്ടുണ്ട്. അവരിൽ നിന്ന് ഈ രീതിയിൽ പണപ്പിരിവ് തന്നെയാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ വ്യക്തമാകുന്നത്. സാധാരണക്കാരായ അയ്യപ്പ ഭക്തർക്ക് വേണ്ടിയല്ല, മറിച്ച് ദേവസ്വം ബോർഡിനും സർക്കാരിനുമൊക്കെ കോടികൾ ലഭ്യമാക്കാനുള്ള, കോടികൾ കണ്ടെത്താനുള്ള ഒരു മാർഗമായി കൂടി സർക്കാർ ഈ അയ്യപ്പ സംഗമത്തെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. നേരത്തെ തന്നെ അവിശ്വാസികളായ ആളുകളെ, സനാതന ധർമ്മത്തിന് വിരുദ്ധരായി നിൽക്കുന്ന ആളുകളെയൊക്കെ ക്ഷണിച്ച് ഏതാണ്ട് ഹിന്ദു വിരുദ്ധമായ രീതിയിൽ തന്നെ അയ്യപ്പ സംഗമം നടത്താൻ സർക്കാർ ശ്രമം നടത്തുന്നതിനെതിരെ വലിയ വിമർശനങ്ങൾ ഉയർന്നിരുന്നു. DMKയുടെ നേതാവായിട്ടുള്ള MK സ്റ്റാലിനെ അടക്കം ക്ഷണിച്ച്, സനാതന ധർമ്മത്തിന് വിരുദ്ധ നിലപാടെടുക്കുന്നവരെ ക്ഷണിച്ച്, ശബരിമലയിൽ ആചാരലംഘനത്തിന് ശ്രമിച്ച ബിന്ദു അമ്മിയെ പോലുള്ള ആളുകൾക്ക് വീണ്ടും ശബരിമലയിൽ ദർശനം നടത്തണമെന്നൊക്കെയുള്ള പറച്ചിലിന് പോലും അവസരമൊരുക്കി സർക്കാർ നൽകുന്ന ഒരു സാഹചര്യമൊക്കെ സൃഷ്ടിക്കപ്പെട്ടതാണ്. അതിന് പിന്നാലെയാണ് അയ്യപ്പ സംഗമത്തിൻ്റെ പേരിൽ കോടികൾ വാരാൻ സർക്കാരിന്റെ നീക്കവും ഇപ്പോൾ പുറത്തു വരുന്നത്. രാഖി, അതായത് ഇത് ഒരു അയ്യപ്പ വിശ്വാസികളുടെ വികാരങ്ങളെ മാനിക്കാതെ അവരുടെ മതവികാരത്തെ വ്രണപ്പെടുത്തിക്കൊണ്ട് ശബരിമലയെ വെറും ഒരു ടൂറിസം
ഒരു കേന്ദ്രമാക്കി മാറ്റുന്ന രീതിയിലുള്ള ഒരു നീക്കം തന്നെയല്ലേ അത്? അതുകൊണ്ട് തന്നെയാണല്ലോ ഒരു പ്രത്യേക പാക്കേജൊക്കെ, അതായത് നൽകുന്ന തുകയുടെ കനം നോക്കി ഒരു പാക്കേജ് പോലെ ഇവർ ഇത് അവതരിപ്പിക്കുന്നത്. അങ്ങനെ തന്നെയാണ് രാഖി. കാരണം ഇതിലൊരു പ്രശ്നം വരുന്നത് ശബരിമലയിൽ ഓരോ വർഷവും വരുന്നത് എത്ര പേരാണ് എന്നുള്ളത് നമുക്കറിയാം. അത്രയധികം ആളുകൾ എത്തുന്ന സ്ഥലത്ത് ചില ആളുകൾക്ക് വേണ്ടി പണം നൽകാൻ കഴിയുന്നവർക്ക് വേണ്ടി പ്രത്യേക സൗകര്യങ്ങൾ ഒരുക്കി നൽകുന്നു. ശബരിമലയിൽ ഒരു പരിധിക്കപ്പുറം പുതിയ നിർമ്മാണ പ്രവർത്തനങ്ങളും മറ്റും സാധിക്കില്ല എന്നുള്ളൊരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇങ്ങനെ ശബരിമലയിൽ വർഷത്തിൽ 5 ദിവസം താമസിക്കാനുള്ള സൗകര്യം ചിലർക്ക് വേണ്ടി ചെയ്തു നൽകുന്നു എന്ന് കരുതുക. ഓരോ ഈ പറയുന്ന രീതിയിൽ 1 കോടിക്ക് മുകളിൽ 2 കോടിക്ക് മുകളിലൊക്കെ പണം നൽകാൻ, 3 കോടിക്ക് മുകളിലൊക്കെ പണം നൽകാൻ കഴിയുന്ന ഒട്ടനവധി അയ്യപ്പ ഭക്തരുണ്ട് താനും. പക്ഷേ ഇത്തരം ആളുകൾക്ക് വേണ്ടി ശബരിമലയിലെ സൗകര്യങ്ങൾ മുഴുവൻ ഉപയോഗിച്ച് തീർക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ശബരിമലയിൽ അവിടുത്തെ താമസ സൗകര്യം അത്തരം കാര്യങ്ങളൊക്കെ പരിമിതമാണ്. പലപ്പോഴും പ്രത്യേക ഇടപെടലുകളൊക്കെ നടത്തുമ്പോൾ മാത്രമാണ് പലർക്കും അത് ലഭ്യമാകുന്നത് പോലും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. സാധാരണക്കാർക്ക് പലപ്പോഴും ആ സൗകര്യങ്ങൾ ലഭ്യമാകാറില്ല. അയ്യപ്പ ഭക്തർ എങ്ങനെയാണ് മണിക്കൂറുകളോളം ക്യൂകളിൽ കുടിവെള്ളം പോലും ഇല്ലാതെ നിന്ന് തളർന്നു വീഴുന്നത് എന്നുള്ള കാഴ്ചകളൊക്കെ നമ്മൾ നേരത്തെ തീർത്ഥാടന കാലയളവിലൊക്കെ സർക്കാരിൻ്റെയൊക്കെ വീഴ്ചകൾ കൊണ്ട് അങ്ങനെ സംഭവങ്ങൾ ഉണ്ടാകുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതുമാണ്. അങ്ങനെ ബുദ്ധിമുട്ടി സഹിച്ച് ശബരിമലയിലെത്തുന്ന അയ്യപ്പ ഭക്തരെ ഒരു വിഭാഗമായി അവരെ പരിഗണിക്കാതെ നിൽക്കുന്ന സർക്കാർ കോടികൾ നൽകാൻ തയ്യാറുള്ളവർക്ക് ശബരിമലയിൽ പ്രത്യേക സുഖസൗകര്യങ്ങൾ ഒരുക്കി നൽകാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ പറയേണ്ടത്. രാഖി ഉപയോഗിച്ച വാക്ക് തന്നെയാണത്. ഇത്ര കോടി രൂപ കൊടുത്തു കഴിഞ്ഞാൽ ശബരിമലയിൽ എല്ലാ വർഷവും നിങ്ങൾക്കൊരു പ്രത്യേക പാക്കേജ് ലഭിക്കുന്നു എന്ന രീതിയിലാണ് സർക്കാർ ഈ സംവിധാനത്തെ കണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ഒരു ആരാധനാലയത്തെ അങ്ങനെ മാറ്റിയെടുക്കാൻ സർക്കാർ ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഈ ദേവസ്വം ബോർഡിൻ്റെ ഈ പ്രത്യേക പാക്കേജ് സംവിധാനത്തിലൂടെ വ്യക്തമാകുന്നത്. എന്തായാലും വലിയ പ്രതിഷേധമൊക്കെ ഇക്കാര്യത്തിൽ ഉയരുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. നേരത്തെ തന്നെ ശബരിമലയുമായി ബന്ധപ്പെട്ട് സർക്കാർ സ്വീകരിക്കുന്ന സമീപനങ്ങൾ പലപ്പോഴും ആചാരവിരുദ്ധവും വിശ്വാസവിരുദ്ധവുമാണെന്നുള്ള വിമർശനങ്ങൾ ഉയർന്നു നിന്നിട്ടുണ്ട്. സർക്കാരിനെതിരെ അതിനെതിരായിട്ടുള്ള വലിയ രീതിയിലുള്ള ആരോപണങ്ങളും സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. അപ്പോഴാണ് വീണ്ടും ശബരിമലയെ കേന്ദ്രീകരിച്ച് കോടികൾ നൽകുന്നവർക്ക് പ്രത്യേക സൗകര്യങ്ങൾ ഒരുക്കി നൽകുന്ന പ്രത്യേക പാക്കേജ് അനുവദിക്കുന്ന രീതിയിലേക്ക് സർക്കാർ കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. അതിന് ഈ ലോക കേരള സഭയിലൊക്കെ പങ്കെടുത്ത പ്രവാസി വ്യവസായികളെ ആകർഷിക്കാൻ അത്തരം കാര്യങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നു എന്ന് കൂടി പറയുമ്പോഴാണ് അയ്യപ്പ സംഗമം പോലെയുള്ള പരിപാടികൾ സർക്കാർ എന്തിനു വേണ്ടി ലക്ഷ്യമിടുന്നു എന്നുള്ളത് കൂടി വ്യക്തമാകുന്നത്. രാഖി, അയ്യപ്പ സംഗമത്തിലൂടെ സർക്കാർ ലക്ഷ്യം വയ്ക്കുന്നത് കോടിക്കണക്കിന് രൂപയാണ്. ശബരിമല സന്നിധാനത്തെ സുഖവാസ കേന്ദ്രമാക്കി മാറ്റാനാണ് സർക്കാർ നീക്കമെന്ന് വ്യക്തമാക്കുന്ന കൂടുതൽ തെളിവുകളാണ് പുറത്ത് വരുന്നത്. കോടികൾ സംഭാവന നൽകുന്നവർക്ക് ശബരിമലയിൽ സുഖതാമസമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. ലോക കേരള സഭയിൽ പങ്കെടുത്ത പ്രവാസി വ്യവസായികളെ ഇതിനായി അയ്യപ്പ സംഗമത്തിലേക്ക് ക്ഷണിക്കുകയും ചെയ്തിട്ടുണ്ട്. സംഭാവനയ്ക്കനുസരിച്ച് ഇനം തിരിച്ച് പ്രിവിലേജ് കാർഡ് നൽകാനാണ് തീരുമാനം. 3 കോടിക്ക് മുകളിൽ നൽകുന്നവർ ഡയമണ്ട് കാറ്റഗറിയിലാണ്. ഇവർക്ക് വർഷത്തിൽ 5 ദിവസം സൗജന്യ താമസവും ഒപ്പം അനുബന്ധ സൗകര്യങ്ങളും ഒരുക്കും. പ്രസാദ കിറ്റും പമ്പയിൽ കാർ പാർക്കിങ്ങിന് മുൻഗണനയും ലഭിക്കും. 1 കോടിക്കും 3 കോടിക്കും ഇടയിൽ നൽകിയാൽ പ്ലാറ്റിനം കാറ്റഗറിയാണ്. മണ്ഡലപൂജ കാലയളവിൽ ഇവർക്ക് 5 ദിവസം സൗജന്യ താമസമുണ്ടാകും. ഇത്തരത്തിൽ വളരെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്ത് വരുന്നത്. പ്രജിത്ത് മോഹനൻ നമുക്കൊപ്പം തുടരുന്നുണ്ട്. പ്രജിത്ത്, നമ്മൾ നേരത്തെ ചൂണ്ടിക്കാട്ടിയതുപോലെ വലിയ തട്ടിപ്പ് തന്നെയാണ് നടക്കുന്നത്. നമുക്കറിയാം, ശബരിമലയിലെത്തുന്ന അയ്യപ്പ ഭക്തർ അവർ എല്ലാവിധ സുഖ സൗകര്യങ്ങളും ത്യജിച്ച് പൂർണ്ണമായും വ്രതം നോറ്റ് അയ്യപ്പസ്വാമിയെ കണ്ട് തങ്ങളുടെ ദുഃഖങ്ങൾ അറിയിക്കാൻ, തങ്ങളുടെ ആഗ്രഹ സാഫല്യത്തിനുമൊക്കെയാണ് അയ്യപ്പ ഭക്തർ എത്തുന്നത്. അവർ എത്രത്തോളം അവരുടെ സുഖങ്ങളെല്ലാം തന്നെ ത്യജിച്ചിട്ടാണ് അവർ എത്തുന്നത് എന്ന് നമുക്കറിയാവുന്ന കാര്യമാണ്. പക്ഷേ സർക്കാരിൻ്റെ ഇത്തരത്തിലുള്ള കള്ളത്തരങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അഴിമതികൾ ആ സാധാരണക്കാരായ അയ്യപ്പ ഭക്തരെ അവഹേളിക്കുന്നതിന് തുല്യമല്ലേ പ്രജിത്ത്? രാഖി, ഇതിന് മറ്റൊരു വശം കൂടിയുണ്ട്. കാരണം നേരത്തെ ഈ ശബരിമലയിൽ VIP ദർശനം അടക്കമുള്ള കാര്യങ്ങളിൽ ഹൈക്കോടതി നിശിതമായ വിമർശനം ഉന്നയിച്ചിരുന്നു. ഒരു VIP കൾച്ചർ ശബരിമലയിൽ ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതായിരുന്നു ഹൈക്കോടതിയിലെ ദേവസ്വം ബെഞ്ചിൻ്റെയൊക്കെ നിരീക്ഷണം. അത്തരത്തിലുള്ള നിലപാടുകൾ സ്വീകരിച്ചാൽ ആളുകൾക്ക് പ്രത്യേക പ്രിവിലേജുകൾ, പരിഗണനകളൊക്കെ നൽകുന്ന സാഹചര്യം ഉണ്ടായാൽ കോടതി അലക്ഷ്യമായി തീരാനുള്ള സാധ്യതയും നിലനിൽക്കുന്നു എന്നുള്ളതുണ്ട്. ഈ ഒരു സാഹചര്യം നിൽക്കുമ്പോഴാണ് പ്രത്യേക പ്രിവിലേജുകൾ നൽകി, പ്രത്യേക സൗകര്യങ്ങൾ നൽകുന്ന സംഭാവനയുടെ കണക്കനുസരിച്ച് ആളുകൾക്ക് ശബരിമലയിൽ പ്രത്യേക സുഖവാസ കേന്ദ്രം പോലെ സുഖവാസ സൗകര്യങ്ങളൊക്കെ ഒരുക്കി നൽകാനുള്ള ദേവസ്വം ബോർഡിൻ്റെ നീക്കം എന്നുള്ളത്. ഇത് കോടതിയുടെ ശ്രദ്ധയിൽ വരുമ്പോൾ ഏതെങ്കിലും രീതിയിലുള്ള വിമർശനത്തിനൊക്കെയുള്ള സാധ്യത നിലനിൽക്കുന്നു എന്നീ ഘട്ടത്തിൽ നമുക്ക് പറയാൻ കഴിയും. കാരണം മുൻപ് ശബരിമലയിൽ ഇത്തരത്തിലുള്ള പല മാറ്റങ്ങളും അല്ലെങ്കിൽ സർക്കാരിൻ്റെ സ്വന്തം ഇഷ്ടത്തിന് പല മാറ്റങ്ങളൊക്കെ കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോഴൊക്കെ ഹൈക്കോടതിയുടെ ഇടപെടൽ കൃത്യമായി ഉണ്ടാകാറുണ്ട്. ഹൈക്കോടതി കൃത്യമായി ശബരിമലയുടെ ഒരു സാങ്ക്ടിറ്റി
മാറ്റി അതിൻ്റെ ഒരു പവിത്രത കാത്തു സൂക്ഷിക്കുന്ന രീതിയിൽ, അതിൻ്റെ ഒരു മഹാത്മ്യം കാത്തു സൂക്ഷിക്കുന്ന രീതിയിൽ, അതിൻ്റെ ആചാരവും ഐതിഹ്യവും വിശ്വാസവുപരമായിട്ടുള്ള കാര്യങ്ങളിൽ ഒരു ഇടപെടലും ഉണ്ടാകരുത് തുടങ്ങിയിട്ടുള്ള നിർദ്ദേശങ്ങളൊക്കെ പലവട്ടം നൽകിയിട്ടുള്ളതാണ്. അപ്പോൾ സമാനമായൊരു നിലപാട് ദേവസ്വം ബെഞ്ച് ഇക്കാര്യത്തിൽ സ്വീകരിക്കുമോ എന്നുള്ള കാത്തിരുന്ന് കാണേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ശബരിമലയിൽ ഒരു VIP കൾച്ചറിന് തുടക്കം കുറിക്കുന്ന സമീപനമാണ് ആളുകളെ ഇങ്ങനെ പണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇനം തിരിച്ച് അവർക്ക് പ്രത്യേക സൗകര്യങ്ങൾ അനുവദിക്കുന്നതും അതിനുപോലും കൃത്യമായ മാനദണ്ഡങ്ങളൊക്കെ വെച്ച് ഏതാണ്ട് പാക്കേജുകൾ എന്ന രീതിയിൽ പറയാവുന്ന ടൂറിസ്റ്റ് അല്ലെങ്കിൽ ടൂറിന് പോകുന്നവന് പാക്കേജുകൾ നൽകുന്നത് പോലെ എന്ന രീതിയിലൊക്കെ വിശേഷിപ്പിക്കാവുന്ന ഒരു സമീപനം ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നത്. എന്തായാലും ഇത് കൃത്യമായി പറഞ്ഞാൽ ശബരിമല ഇപ്പോൾ രാഗി സൂചിപ്പിച്ചതുപോലെ തന്നെയാണ്. കാരണം ശബരിമലയിലേക്ക് എത്തുന്ന ഭക്തർ അവർ എത്തുന്നത് ജീവിതത്തിൽ കഠിനമായ വ്രതമെടുത്ത് ആ വ്രതത്തിനൊടുവിൽ കല്ലും മുള്ളും താണ്ടി ചെരുപ്പ് പോലും ഇടാതെ ആ ശബരിമലയിൽ നിന്നേക്കുള്ള ദുർഘടമായിട്ടുള്ള കയറ്റങ്ങളും എല്ലാം താണ്ടി കാട് താണ്ടി ശബരിമല സന്നിധാനത്തെത്തുന്ന അയ്യപ്പ ഭക്തർക്ക് അവിടെ പ്രത്യേകിച്ച് ഏതെങ്കിലും രീതിയിലുള്ള സുഖസൗകര്യങ്ങളുടെ ആവശ്യമൊന്നുമില്ല എന്നുള്ളത് കണ്ടിട്ടുള്ളതാണ്. പക്ഷേ അവർക്ക് അടിസ്ഥാനപരമായ സൗകര്യങ്ങൾ ഒരുക്കാൻ പോലും പല സമയത്തും സർക്കാരും ദേവസ്വം ബോർഡും കഴിയുന്നില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതൊരു വേറൊരു വിഷയമേ അവിടെ ഇരിക്കട്ടെ. പക്ഷേ സാധാരണക്കാരായ മനുഷ്യരാണ്, അവർക്ക് കോടികൾ പോയിട്ട് ലക്ഷങ്ങൾ പോലും ശബരിമലയ്ക്ക് സംഭാവന നൽകാൻ ഉണ്ടാകാറില്ല. അവർ പക്ഷേ ഈ പറയുന്ന രീതിയിൽ മഴയും വെയിലുമേറ്റ് ശബരിമലയിൽ നിലത്തൊരു തുണി മാത്രം വിരിച്ച് കിടന്നുറങ്ങുന്ന ഭക്തരെയൊക്കെ നമുക്ക് അവിടെ കാണാം. അതൊക്കെ ഈ ശബരിമല തീർത്ഥാടനത്തിൻ്റെ ഭാഗമായിട്ടുള്ള കഷ്ടപ്പാടുകൾ സഹിച്ച് തന്നെയാണ് ഭൂരിപക്ഷം ഭക്തർ അവിടേക്ക് എത്തുന്നതും. പക്ഷേ അപ്പോഴാണ് സർക്കാർ ഇതിനൊന്നും നിൽക്കേണ്ടി വരാത്തൊരു വിഭാഗത്തെ സൃഷ്ടിക്കാൻ വേണ്ടി ശബരിമല തീർത്ഥാടനത്തിൻ്റെ ആ രീതിയിലുള്ള ആ കഷ്ടപ്പാടിലൂടെയുള്ള ആ ഒരു തീർത്ഥാടനത്തിൻ്റെ പൂർത്തീകരണം അടക്കമുള്ള കാര്യങ്ങളുടെ ഒരു ഔന്നത്യം ഇല്ലാതെയാക്കുന്ന രീതിയിൽ വരാൻ പോകുന്ന അല്ലെങ്കിൽ അത്തരത്തിൽ പണമുള്ള ആളുകൾക്ക് വേണ്ടി അത്തരത്തിൽ ചില മാറ്റങ്ങളൊക്കെ വരുത്തിക്കൊണ്ട് കൂടുതൽ സൗകര്യങ്ങളോടെയൊക്കെയുള്ള തീർത്ഥാടനം നൽകുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. സാധാരണഗതിയിൽ ഭക്തർ വന്നാൽ അവർക്ക് ഈ പറയുന്ന രീതിയിലുള്ള അവിടെയുള്ള പല റൂമുകൾ പോലും ബുക്ക് ചെയ്യാൻ പോലും കഴിയാത്ത സാഹചര്യമുണ്ട്. അത് പലപ്പോഴും ഈ രീതിയിലുള്ള VIPകളോ ഇപ്പോൾ സർക്കാരിൻ്റെ താല്പര്യമുള്ളവരോ ഉദ്യോഗസ്ഥർക്ക് താല്പര്യമുള്ളവരോ ദേവസ്വം ബോർഡുകാർ തീരുമാനിക്കുന്ന ആളുകൾക്കൊക്കെയാണ് അവിടെയുള്ള മുറികൾ പോലെയുള്ള സൗകര്യങ്ങൾ അവിടുത്തെ ഇത് അക്കോമഡേഷൻ ഫെസിലിറ്റീസ് അടക്കമുള്ളവ ലഭ്യമാകുന്നത്. സാധാരണ ഭക്തർ പലപ്പോഴും ഈ പറയുന്ന രീതിയിൽ നടപ്പന്തലിലോ വല്ലതും ഒക്കെ ഷീറ്റ് വിരിച്ച് കിടന്നുറങ്ങാറുമാണ് പതിവ്. അപ്പോൾ അവിടെ വീണ്ടും ഒരു പുതിയ ക്ലാസ് ഡിഫറൻസ് കൊണ്ടുവരികയാണ് സംസ്ഥാന സർക്കാർ എന്നുള്ളത് വേണ്ടി പറയേണ്ടിയിരിക്കുന്നു. നിങ്ങൾ കൂടുതൽ പണം നൽകിയാൽ നിങ്ങൾക്ക് കൂടുതൽ സൗകര്യങ്ങൾ, പണമില്ലാത്തവർക്ക് ഈ പറയുന്ന രീതിയിലുള്ള പ്രത്യേക സൗകര്യങ്ങളില്ല എന്നുള്ളതാണ്. അതൊരു VIP കൾച്ചറാണ്. അത്തരം VIP കൾച്ചർ ശബരിമല പോലൊരു ആരാധനാ കേന്ദ്രത്തിൽ ഉണ്ടാകരുത് എന്നുള്ളത് ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിൻ്റെ നിർദ്ദേശവുമാണ്. അത് സർക്കാർ എങ്ങനെ നടപ്പിലാക്കുമെന്നടക്കമുള്ള ചോദ്യങ്ങൾ അവിടെ നിൽക്കുന്നു. എന്തായാലും വലിയ വിമർശനം ഇപ്പോൾ ഉയർന്നു കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇതുപോലൊരു നിലപാട്, അത് പ്രത്യേകിച്ച് അയ്യപ്പ സംഗമം പോലെ ഹിന്ദുവിരുദ്ധമായൊരു നടപടി സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു എന്നുള്ള വിമർശനം നേരിടുമ്പോൾ തന്നെ അതിനോട് ചേർത്ത് നിർത്തിക്കൊണ്ട് ഒരു പണപ്പിരിവിന് സംസ്ഥാന സർക്കാർ ഇറങ്ങുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ ഏറ്റവും വലിയ വിമർശനം. അതുപോലെ തന്നെ ഈ അയ്യപ്പ ഭക്ത സംഗമം നടത്തുമെന്ന് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ തറപ്പിച്ച് പറഞ്ഞപ്പോൾ അന്ന് ഹൈന്ദവ സംഘടനകൾ പറഞ്ഞത് ഈ ഭക്തർ ഈ വിഷയത്തോട് എങ്ങനെ പ്രതികരിക്കുമെന്ന് ഞങ്ങൾക്കറിയില്ല. കാരണം അവരുടെ വികാരങ്ങളെ മാനിക്കാത്ത രീതിയിലുള്ള സർക്കാരിൻ്റെ മുന്നോട്ട് പോക്ക് അത് അവരെ വല്ലാതെ വിഷമിപ്പിക്കുന്ന അവസ്ഥയാണ്. അന്ന് യുവതി പ്രവേശനത്തിന് സർക്കാർ ശ്രമം നടത്തിയപ്പോൾ അയ്യപ്പ ഭക്തർ എങ്ങനെയാണ് ഈ വിഷയത്തോട് പ്രതികരിച്ചത് എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു വിഷയം നമ്മുടെ മുന്നിലുണ്ട്, സർക്കാരിൻ്റെ ഇരട്ടത്താപ്പ് നമ്മുടെ മുന്നിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇതെല്ലാം മുന്നിലുള്ളപ്പോൾ അയ്യപ്പ ഭക്തർ ഈ വിഷയത്തോട് എങ്ങനെ പ്രതികരിക്കുമെന്ന് അറിയില്ല എന്ന് ഹൈന്ദവ സംഘടനകൾ തന്നെ പറയുന്നുണ്ട്. എന്താണ് ഈ വിഷയത്തിൽ ഹിന്ദു ഐക്യവേദി അടക്കമുള്ള സംഘടനകൾ എങ്ങനെയാണ് ഈ വിഷയത്തോട് പ്രതികരിക്കുന്നത്? ആ ഒരു രീതിയിലുള്ള പ്രതികരണം നമുക്ക് ലഭിച്ചിട്ടുണ്ടോ പ്രജിത്ത്? ഹിന്ദു ഐക്യവേദി നേതാക്കളെ അടക്കം നമുക്ക് ഈ സമയത്ത് ഫോൺ കോളിലൂടെ ടെലിയിലൂടെ ബന്ധപ്പെടാൻ കഴിയുമെന്നുള്ളതാണ് രാഖി ഞാൻ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും അവരുടെ നിലപാടുകൾ ഈ വിഷയത്തിൽ തുടരുക. എന്തായാലും നമുക്ക് ഒപ്പം ശശികല ടീച്ചർ ചേരുന്നുണ്ട്. ശശികല ടീച്ചർ, നമുക്ക് ഈ അയ്യപ്പ ഭക്ത സംഗമത്തിന് പിന്നിൽ സർക്കാർ കളിക്കുന്ന കള്ളക്കളികൾ നമുക്ക് ഇതിനോടകം തന്നെ ബോധ്യമായ കാര്യമാണ്. എന്ത് വന്നാലും ഈ അയ്യപ്പ ഭക്ത സംഗമം നടത്തുമെന്ന് മുഖ്യമന്ത്രി വെല്ലുവിളി കഴിഞ്ഞ ദിവസം ഉയർത്തിയതാണ്. ഇതിനിടയിലാണ് മറ്റൊരു വിവരം പുറത്തു വരുന്നത്. ഈ അയ്യപ്പ ഭക്ത സംഗമത്തിലൂടെ സർക്കാർ ലക്ഷ്യം വെക്കുന്നത് കോടിക്കണക്കിന് രൂപയാണ്. നമുക്ക് നേരത്തെ തന്നെ ബോധ്യമായ കാര്യമാണ്. ഇതിൽ എന്തോ ഒരു ഗൂഢലക്ഷ്യമുണ്ട്, പണം തട്ടിപ്പടക്കം ഇവർ ലക്ഷ്യമിടുന്നു എന്ന് ബോധ്യപ്പെട്ട കാര്യമാണ്. ഇതിനിടയിലാണ് ശബരിമലയിലെ സന്നിധാനത്തെ സുഖവാസ കേന്ദ്രമാക്കി മാറ്റാൻ സർക്കാർ ലക്ഷ്യമിടുന്നു എന്ന് വ്യക്തമാക്കുന്ന വിവരങ്ങൾ പുറത്ത് വരുന്നത്. അതായത് ഇവർ നൽകുന്ന പണത്തിന്റെ തൂക്കമനുസരിച്ച് പ്രിവിലേജ് നൽകിക്കൊണ്ട് ഈ അയ്യപ്പ ഭക്തരെ തരം തിരിച്ചുകൊണ്ടുള്ള ഒരു നടപടി. അതായത് 3 കോടി നൽകിയാൽ അവർക്ക് ഡയമണ്ട് കാർഡ്, പിന്നീട് പ്ലാറ്റിനം കാർഡ്, അങ്ങനെ നമുക്ക് നമ്മെ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് ശശികല ടീച്ചർ ഈ വിഷയത്തിൽ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണ് ഈ വിഷയത്തെ നോക്കിക്കാണുന്നത്?
ആ, ഇവിടെ നമുക്ക് ഇത് കേട്ടപ്പോൾ ഒറ്റ സംശയം, റെയിൽവേ സ്റ്റേഷനിലാണ് അതിന്റെ ബുദ്ധിമുട്ടുള്ളത്. എനിക്ക് തോന്നിയ സംശയം, എത്ര കോടി കൊടുത്താൽ അയ്യപ്പന്റെ ഒപ്പം ശ്രീകോവിലിൽ പോയിട്ട് നമുക്ക് സെൽഫി എടുക്കാം എന്നുള്ളതാണ്. അതൊഴിച്ചുള്ള എല്ലാ ഓഫറുകളും കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് കാണിക്കുന്നത് ശബരിമലയെ എങ്ങനെയൊക്കെ തകർക്കാം, 2018 ചെയ്തതിന്റെ ബാക്കി ചെയ്യാനുള്ള ഉദ്ദേശമാണ്. ഇത് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല. കാരണം അയ്യപ്പന് മുന്നിൽ എത്തുന്ന എല്ലാവരും അയ്യപ്പനാണ്. ആ തുല്യത അവിടെ മാത്രമേ ഉള്ളൂ. അപ്പൊ അത് നശിപ്പിക്കാൻ പണം കൊടുത്ത് പല തട്ടിലാക്കി VIP കളാക്കി മാറ്റുകയും വെറും അത്താഴഭക്ഷണിക്കാരാക്കി തിരിക്കുകയും ചെയ്താൽ അതൊരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ല. ഇത് ശുദ്ധ തെമ്മാടിത്തരാണ് കാണിക്കുന്നത്. എത്രത്തോളം നിരീശ്വരവാദം ഒരു തലയിലുണ്ട് എന്നുള്ളത്, എത്രത്തോളം ക്ഷേത്രങ്ങൾ തകർക്കാം എന്നതിന്റെ ഏറ്റവും നല്ലൊരു വഴിയായിട്ടാണ് ഇത് കാണുന്നത്. ഇതൊരിക്കലും ഇതാണോ കമ്മ്യൂണിസം? ചിന്തിച്ചു നോക്കൂ. അവിടെ വർഗസംഘടന നടത്തണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. പണമുള്ളവനും പണമില്ലാത്തവനും വന്നിട്ട്. അപ്പോ പൈസ വേണമെങ്കിൽ പിരിച്ചോട്ടെ, അത് മാസപ്പടിയായിട്ടോ മറ്റേതെങ്കിലും തരത്തിൽ വ്യവസായികളിൽ നിന്ന് പിരിച്ചു കൊടുത്തോട്ടെ. അത് അയ്യപ്പന്റെ പേരിൽ വേണ്ട, അയ്യപ്പ സംഗമത്തിലും വേണ്ട. ഇത്തരം ഓഫറുകൾ ശബരിമലയിൽ ഒരിക്കലും നടക്കാൻ പാടില്ല. നന്ദി ശശികല ടീച്ചർ, ഈ അവസരത്തിൽ ഞങ്ങളോട് പ്രതികരിച്ചതിന്. ഹിന്ദു ഐക്യവേദി മുഖ്യ രക്ഷാധികാരി KP ശശികല ടീച്ചറാണ് നമ്മളോടൊപ്പം ചേർന്നത്. പ്രജിത്ത്, ശശികല ടീച്ചർ പരിഹാസ രൂപേണയാണ് പറഞ്ഞത് എങ്കിൽ പോലും ടീച്ചർ സൂചിപ്പിച്ചതുപോലെ ശ്രീകോവിലിൽ അയ്യപ്പസ്വാമിക്കൊപ്പം സെൽഫി എന്നതൊഴിച്ച് ബാക്കി എല്ലാ ഓഫറും സർക്കാർ വയ്ക്കുന്നുണ്ട് എന്നത് തന്നെയാണ്. എന്ത് കഷ്ടമാണ് എന്നുള്ളത് ആലോചിച്ച് നോക്കണം രാഖി. കാരണം ഒരു ആരാധനാലയമാണ്, അതിൻ്റെ പവിത്രത നിലനിർത്തേണ്ടതുണ്ട്. ആ തീർത്ഥാടനവുമായി സഹിക്കേണ്ട, അല്ലെങ്കിൽ ആ തീർത്ഥാടനത്തിൽ അനുഭവിക്കേണ്ട കഷ്ടപ്പാടുകൾ അനുഭവിച്ച് തന്നെ അവിടേക്ക് വരുന്ന ആളുകളുണ്ട്. വളരെ സാധാരണക്കാരായ ആളുകളാണ് ശബരിമലയിൽ ഏറ്റവും അധികം വരുന്നതെന്ന് നമുക്കറിയാം. തമിഴ്നാടിൻ്റെയും ആന്ധ്രാപ്രദേശിൻ്റെയും കേരളത്തിൻ്റെയും ഒക്കെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് കൂട്ടമായും അല്ലാതെയും നടന്നും വാഹനങ്ങളിലും ഒക്കെ എത്തുന്നവരാണ്. അവർ പലവിധ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചാണ് ദർശനം നടത്തുന്നതും പോകുന്നതും മണിക്കൂറുകൾ കാത്തു നിൽക്കുന്നതുമെല്ലാം. ശശികല ടീച്ചർ പറഞ്ഞ ഒരു വാചകമുണ്ട്, നമ്മൾ ഇത്രയും നേരം പറഞ്ഞൊരു കാര്യമല്ല. അവിടെ എത്തുന്ന എല്ലാവരും അയ്യപ്പന്മാരാണ്, എല്ലാവരും സ്വാമിമാരാണ്. അപ്പോൾ ഒരു ദൈവത്തിനില്ലാത്ത ഒരു ഡിഫറൻസ്, ഒരു വ്യത്യാസം, ഒരു വേർതിരിവ് എന്തിനാണ് അതിൻ്റെ നടത്തിപ്പുകാർ എന്ന് പറയുന്ന ആളുകൾ കൊണ്ടുവരുന്നത് എന്നുള്ളൊരു പ്രസക്തമായിട്ടുള്ള ചോദ്യമാണ്. അയ്യപ്പനില്ലാത്ത, ദൈവത്തിനില്ലാത്ത വേർതിരിവ് എന്തിനാണ് അവിടുത്തെ ദേവസ്വം ബോർഡിന് തോന്നുന്നത്? ഇനിയിപ്പോൾ ഡയമണ്ട് പതിപ്പിച്ച അയ്യപ്പൻ, പ്ലാറ്റിനം ഇട്ട അയ്യപ്പൻ എന്നൊക്കെ പറയേണ്ടി വരും. അത്രയ്ക്ക് പരിഹാസ്യമാക്കുന്നുണ്ട് ദേവസ്വം ബോർഡിൻ്റെ നിലപാടുകൾ എന്നുള്ളതാണ്. ശബരിമല തീർത്ഥാടനത്തിൻ്റെ എല്ലാ പവിത്രതയോടും കൂടി സംരക്ഷിച്ചു നിർത്തേണ്ട ഉത്തരവാദിത്തം ദേവസ്വം ബോർഡിനുണ്ട് എന്നിരിക്കുകയാണ് അയ്യപ്പന്മാരെ വേർതിരിക്കുന്ന, ഭക്തരെ വേർതിരിക്കുന്ന, പണം നൽകിയാൽ കൂടുതൽ സൗകര്യങ്ങൾ നൽകാമെന്ന് പറയുന്ന ഒരു രീതി, ആ തീർത്ഥാടനത്തിൻ്റെ മഹിമ തന്നെ ഇല്ലാതാക്കുന്ന ഒരു രീതി ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത് ശശികല ടീച്ചറിൻ്റെ വാക്കുകളിൽ നിന്ന് തന്നെ വ്യക്തമാണ് എത്രത്തോളം പ്രതിഷേധം ആ വിഷയത്തിൽ ഉണ്ടാകുമെന്നുള്ളത്. അത് നടപ്പിലാക്കില്ല എന്നുള്ളത് തന്നെയാണ്, അതിന് അനുവദിക്കാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ് ശശികല ടീച്ചർ പറയുന്നത്. അങ്ങനെ പണം വാങ്ങിച്ച് ശബരിമലയിൽ ഉണ്ടാക്കുന്ന വേർതിരിവുകളെ അംഗീകരിക്കാൻ കഴിയില്ല എന്ന് ഹിന്ദു ഐക്യവേദിയുടെ മുഖ്യരക്ഷാധികാരിയായിട്ടുള്ള ശശികല ടീച്ചർ പറയുമ്പോൾ സ്വാഭാവികമായും ഹൈന്ദവ സമൂഹത്തിനുള്ളിൽ ഉയർന്നു വരുന്ന വലിയ പ്രതിഷേധത്തിൻ്റെ ഒരു സൂചന തന്നെയാണ് അത് നൽകുന്നത്. എന്തായാലും സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന്, ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തു നിന്ന് ഇത്തരമൊരു സമീപനം ഉണ്ടായിട്ടുള്ളതായി ജനം TV ഇപ്പോൾ പുറത്തുവിടുന്നത്. ഈ സമീപനം തിരുത്തേണ്ടി വരും സർക്കാരിന് എന്നുള്ളത് കൂടി ശശികല ടീച്ചറിൻ്റെ വാക്കുകളിൽ നിന്ന് വായിച്ചെടുക്കാം. കാരണം ഇനി ശശികല ടീച്ചർ പറഞ്ഞതുപോലെ നാളെ ഇത് കൂടുതൽ പണം കണ്ടെത്താൻ ശ്രീകോവിലിനുള്ളിൽ അയ്യപ്പൻ്റെ ഒപ്പം കയറി നിന്ന് സെൽഫി എടുക്കാം എന്നുകൂടി സർക്കാർ പറയുമോ അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് പറയുമോ എന്നുള്ളതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്. എന്തായാലും വിശ്വാസ സമൂഹത്തിനിടയിൽ വലിയ പ്രതിഷേധത്തിന് വകവെക്കുന്ന, ഹൈക്കോടതി ഉത്തരവുകളുടെ ലംഘനം എന്ന് വേണമെങ്കിൽ വായിക്കാവുന്ന, ശബരിമലയിൽ VIP കൾച്ചർ പാടില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഹൈക്കോടതി നിർദ്ദേശങ്ങളെ അട്ടിമറിക്കുന്ന രീതിയിലുള്ള ഒരു സമീപനം, അത് ശബരിമലയിൽ എത്തുന്ന ഭക്തരെ പണത്തിൻ്റെ പേരിൽ വേർതിരിക്കുന്ന ഒരു സമീപനമാണ് ദേവസ്വം ബോർഡും സർക്കാരും ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. അതിന് ഈ അയ്യപ്പ സംഗമം എന്ന് പറയുന്ന പണപ്പിരിവിന് വേണ്ടി മാത്രം നടത്തുന്ന ഒരു പരിപാടിയായി അയ്യപ്പൻ്റെ പേരിൽ ഒരു പരിപാടി സംസ്ഥാന സർക്കാർ സംഘടിപ്പിക്കുന്നു എന്നുള്ളതാണ്. നേരത്തെ തന്നെ ഹൈന്ദവ സംഘടനകൾ ചൂണ്ടിക്കാട്ടിയിരുന്നു അയ്യപ്പ ഭക്തർ അവിടേക്ക് എത്തില്ല എന്നുള്ളത്. അപ്പോൾ സർക്കാരിനെ പിന്തുണയ്ക്കുന്ന, സർക്കാരിനൊപ്പം നിൽക്കുന്ന ചില പ്രവാസി വ്യവസായികളെ അണിനിരത്തി അവിടെ എത്തിക്കാനും അവർക്ക് ഈ പറയുന്ന രീതിയിൽ ശബരിമലയിൽ പ്രത്യേക സൗകര്യങ്ങളൊക്കെ നൽകാനും ഒക്കെ സർക്കാർ ശ്രമിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. എന്തായാലും ഇതൊരു ഈ അയ്യപ്പ സംഗമം എന്ന പരിപാടി, അതിനോടൊപ്പം ചേർന്നുള്ള ഈ ആളുകളെ പണത്തിൻ്റെ പേരിൽ വേർതിരിച്ചുള്ള ഈ പ്രത്യേക ദർശന സൗകര്യങ്ങളൊക്കെ നൽകുന്നത് എന്തായാലും വലിയ വിവാദങ്ങൾക്ക് വരും ദിവസങ്ങളിൽ വഴിവെക്കും. രാഖി. ശരി പ്രജിത്ത്, അയ്യപ്പ ഭക്ത സംഗമത്തിലൂടെ സർക്കാർ ലക്ഷ്യമിടുന്നത് കോടിക്കണക്കിന് രൂപയാണ്. ശബരിമല സന്നിധാനത്തെ സുഖവാസ കേന്ദ്രമാക്കി മാറ്റാൻ സർക്കാർ നടത്തുന്ന നീക്കത്തിന്റെ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് പുറത്ത് വന്നത്. കോടികൾ സംഭാവന നൽകുന്നവർക്ക് ശബരിമലയിൽ സുഖതാമസം മുന്നോട്ട് വയ്ക്കുകയാണ്. ലോക കേരള സഭയിൽ പങ്കെടുത്ത പ്രവാസി വ്യവസായികളെ ഇതിനായി അയ്യപ്പ സംഗമത്തിലേക്ക് ക്ഷണിച്ചു. സംഭാവനയ്ക്കനുസരിച്ച് ഇനം തിരിച്ച് പ്രിവിലേജ് കാർഡ് നൽകാനാണ് തീരുമാനം.
3 കോടിക്ക് മുകളിൽ നൽകുന്നവർ ഡയമണ്ട് കാറ്റഗറിയിലാണ്. ഇവർക്ക് വർഷത്തിൽ 5 ദിവസം സൗജന്യ താമസം, ഒപ്പം അനുബന്ധ സൗകര്യങ്ങൾ നൽകും. പ്രസാദ കിറ്റും പമ്പയിൽ കാർ പാർക്കിങ്ങിന് മുൻഗണനയും ലഭിക്കും. 1 കോടിക്കും 3 കോടിക്കും ഇടയിൽ നൽകിയാൽ പ്ലാറ്റിനം കാറ്റഗറിയാണ്. മണ്ഡലപൂജ കാലയളവിൽ ഇവർക്ക് 5 ദിവസം സൗജന്യ താമസവും നൽകും. എന്തായാലും അയ്യപ്പ ഭക്തരെ അവഹേളിക്കുന്ന, അവരുടെ വികാരങ്ങളെ മാനിക്കാത്ത രീതിയിലുള്ള അങ്ങേയറ്റം പ്രതിഷേധാത്മകമായ നിലപാടാണ് ഈ വിഷയത്തിൽ സർക്കാർ സ്വീകരിക്കുന്നത് എന്നുള്ളതാണ്. എന്തായാലും ഹൈന്ദവ സംഘടനകൾ ഈ വിഷയത്തോട് വലിയ രീതിയിലുള്ള രൂക്ഷമായ ഭാഷയിൽ തന്നെ പ്രതികരിക്കുന്നുമുണ്ട്. ശശികല ടീച്ചർ അത്തരത്തിൽ പ്രതികരണം നടത്തിയിരുന്നു. എന്തായാലും നമ്മൾ ഈ വിഷയമാണ് ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. പ്രജിത് മോഹനനാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തത്.